നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട്. ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കും കൊടുക്കാം. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയാണ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, പിന്നെ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് ചെറുപയർ എടുത്തിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് വേണം. പിന്നെ ഒരു അരക്കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചു. അതുപോലെ ഒരു ക്യാരറ്റ് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞത്. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വേണം. ഇതിൻ്റെ കൂടെ നമ്മൾ 2 മുട്ട കൂടെ എടുക്കുന്നുണ്ട്. ഉപ്പ് വേണം. അതുപോലെ തന്നെ സോയാ സോസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളപ്പിച്ച് വെച്ച പയറുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്നറിയോ, ഇത് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആവി വരുമല്ലോ, അപ്പോൾ അതിൽ കിടന്നിട്ട് വെന്താലും മതി. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത്രയും കുക്കാവേണ്ട ആവശ്യമുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആവി കയറ്റി വേവിച്ച് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, ഉപ്പ് ചേർക്കാണല്ലോ, ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിതിലേക്ക് സവാള ചേർക്കുകയാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. സവാള ഒന്ന് വാടി വരണം. ഇതുവരെ ഇങ്ങനെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിനി 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഈ ചെറുപയറിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ ഉണ്ടാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുകയാണ്. അതിന് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഒന്ന് വാടി വരും. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നല്ല കിഡിലനായിട്ടുള്ള ഒരു സാലഡ് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഡിന്നറിനൊക്കെ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോരൻ പോലെ ചോറിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എപ്പോഴും ഒരുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ, മുട്ടയായാലും അതുപോലെ തന്നെ മുളപ്പിച്ച പയറായാലും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.